പാവയ്ക്ക എപ്പോൾ കൈ കിട്ടിയാലും സൗകര്യം ഓർത്തിട്ട് ഒന്നില്ലെങ്കിൽ പാവയ്ക്ക തോരൻ അല്ലെങ്കിൽ പാവയ്ക്ക തീയൽ. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇതിന് രണ്ടിനേക്കാളും സ്വാദുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. പാവയ്ക്ക നല്ലപോലെ കഴുകി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 3-4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമ്മി വയ്ക്കുക. ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് പാവയ്ക്ക നല്ലപോലെ വേവിക്കുക. അതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റുകയും വേണം. പാവയ്ക്ക നല്ലപോലെ വെന്തു എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും നമുക്കതിൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാതെ നോക്കണം. നന്നായി കുറുകി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ടിട്ട് കടുക് വറുത്തിടാം. വേണമെങ്കിൽ ചെറിയൊരു തുണ്ട് ശർക്കരയും കൂടി ഇടാം. അപ്പോൾ പാവയ്ക്കയും മാങ്ങയുടെ പുളിയും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് ഈ കറിക്കൊരു അപാര സ്വാദ് തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ നോക്കോളൂ.